ജാതകം രചന ഐൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം PNR ക്രിയേഷൻസ്. പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല, അതുവരെയില്ലാത്തൊരു ജാതകം ഇടുന്ന പൊട്ടിപ്പുറപ്പെട്ട് വീണു. അവൾക്ക് കല്യാണത്തിന് തീരെ സമ്മതമില്ല. ഇപ്പോൾ ഒരു യുവാത്തിന് എനിക്കും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ്റെ അമ്മയുടെ വിഷമം കണ്ടപ്പോൾ സിദ്ധാർത്ഥ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ രണ്ടുപേരും അവനുമായി കുറച്ച് സമയം ഇരുന്നു. ഉള്ളിലെ പ്രണയം അത്ര പെട്ടെന്നൊന്നും പറിച്ചു മാറ്റുക എളുപ്പമല്ലായിരുന്നു. എടോ, കാലമായിക്കാത്ത മുറികളൊന്നുമില്ലല്ലോ, നമുക്ക് നോക്കാമല്ലേ? തനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? എന്നെ ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറയാം കേട്ടോ. ഏയ്, അങ്ങനെയൊന്നുമില്ല. മേഘ അവൻ നോക്കി പുഞ്ചിരിച്ചു. ഞാൻ കണ്ടിടത്തോളം സംസാരിച്ചിരുന്നത് നല്ലൊരു മനുഷ്യനാണ്. എന്നും തുറന്നു പറയാൻ പറ്റുന്നുണ്ട്. ആളത് ആ സെൻസിൽ തന്നെ എടുക്കുന്നുണ്ട്. പിന്നെയൊക്കെ ആള് പറഞ്ഞ പോലെ തന്നെ നോക്കാം. സിദ്ധാർത്ഥിന് അവളോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ മൂടിക്കെട്ടിയപ്പോൾ അവസ്ഥക്കായെന്ന പോലെ തോന്നി. പിന്നെ അവൻ തന്റെ ചെന്നൈയിലെ ജോലിയെക്കുറിച്ചും കുറച്ച് നാൾ അവിടെ തുടർന്ന് താൻ നാട്ടിൽ സെറ്റിൽ ആവുന്നതിനെ കുറിച്ചൊക്കെ അവളോട് സംസാരിച്ചു. അവന്റെ കാര്യങ്ങളെല്ലാം അവൾ താല്പര്യത്തോടെ കേട്ടിരുന്നു. സിദ്ധാർത്ഥുമായുള്ള മേഘയുടെ കല്യാണക്കാര്യം അറിഞ്ഞപ്പോൾ തൊട്ട് ജീവനാകെ അസ്വസ്ഥനായിരുന്നു. ആള് വേറെ ആൾ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് അവൻ ആലോചിക്കാൻ പോലും സാധിച്ചിരുന്നില്ല. താൻ വേണ്ടെന്ന് വെച്ചവളല്ലേ, അവളെ ആരെങ്കിലും കെട്ടിക്കൊണ്ടുപോയിക്കോട്ടെ എന്നൊക്കെ സ്വയം പറഞ്ഞു നോക്കിയെങ്കിലും അതൊന്നും ഉൾക്കൊള്ളാൻ മനസ്സിന് കഴിയുന്നില്ല. ഇനി എന്നും പറഞ്ഞ് അവളുടെ അടുത്തേക്ക് ചെല്ലണമെന്ന് അറിയില്ല. എന്നാൽ അവളോടൊന്ന് സംസാരിക്കണം. വീടിന്റെ പരിസരത്ത് വെച്ച് അവളോട് സംസാരിക്കാൻ പറ്റില്ല, ആരെങ്കിലും കാണും. അതുകൊണ്ട് അവളെ ഷോപ്പിൽ വെച്ച് കാണാമെന്നോർത്ത് ഷോപ്പിലേക്ക് ചെന്നതായിരുന്നു അവൻ. ഉള്ളിലേക്കുള്ള ഗ്ലാസ് ഡോർ വെക്കുന്ന നേരമാണ് മേഘ അകത്തിരുന്ന് ആരോടോ സംസാരിച്ചിരിക്കുന്നത് കണ്ട് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആളെ മനസ്സിലായി. സിദ്ധാർത്ഥ്, അവൾ കല്യാണം കഴിക്കാൻ പോകുന്നവൻ. രണ്ടുപേരും സംസാരത്തിൽ മുഴുകിയിരുന്നതിനാൽ താൻ വന്ന് പെട്ടെന്ന് അവർ കണ്ടിട്ടില്ല. ഇവനെന്താ ഇവിടെ കാര്യം? ജീവൻ രണ്ടുപേരെയും ദേഷ്യത്തോടെ നോക്കി. പിന്നെ പതുക്കെ ഗ്ലാസ് ഡോർ അടിച്ച് പുറത്തേക്ക് നീങ്ങിയിരുന്നു. അവനെപ്പോഴെങ്കിലും ഇറങ്ങിപ്പോവല്ലോ, അപ്പോൾ ഉള്ളിലേക്ക് കയറാം. എന്നാ പോട്ടെ. മേഘ കൊടുത്ത കപ്പ് കേക്ക് കഴിച്ച് തീർത്ത് സിദ്ധാർത്ഥ് എഴുന്നേറ്റു. ഇടയ്ക്ക് ഞാനിതിൽ വരാം, അവൻ കണ്ണു ചിമ്മിക്കൊണ്ട് പറഞ്ഞു. അവൾ പുൻചിരിയോടെ തലയാട്ടി. നേരത്തെ ബാക്കിയുണ്ടായിരുന്ന കുറച്ച് അപരിചിതം പോലും അപ്പോഴേക്ക് അവൾക്ക് മാറിക്കഴിഞ്ഞിരുന്നു. സിദ്ധാർത്ഥ് ഇറങ്ങിയ നേരം തന്നെ ജീവൻ വേഗം ഷോപ്പിന്റെ ഉള്ളിലേക്കും കയറി. ആരാടിയത്? ആളെ മനസ്സിലായിട്ടും ആളൊന്ന് വിറപ്പിക്കാൻ നേരി ജീവൻ ചോദിച്ചു. ആരായാലും നിങ്ങൾക്കെന്താ? മേഘ പുച്ഛത്തോടെ ചോദിച്ചപ്പോൾ ജീവനെ നിലവിട്ടു പോയിരുന്നു. എനിക്ക് എന്താണെന്നോ? കണ്ടമാറിയിട്ട് നീ നേടി കൊഞ്ചിക്കുഴയാൻ നിൽക്കുന്നത്? ദേഷ്യത്തോടെ അവൻ ചോദിച്ചുകൊണ്ട് ജീവൻ മേഘയുടെ അടുത്തേക്ക് നീങ്ങിച്ചെന്നു. മേഘ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. രണ്ടു കൈയും നെഞ്ചോട് ചേർത്തിട്ട് അവനെ തന്നെ നോക്കി നിന്നു. എനിക്ക് ഇഷ്ടമുള്ളവരോട് ഞാൻ സംസാരിക്കാൻ ചിരിക്കും, എനിക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യും. ഇതൊക്കെ ചോദിക്കാൻ താനാരാ? അവളുടെ ആ ചോദ്യത്തിൽ ജീവനാകെ വിളറിപ്പോയി. ശരിയാണോ അവൾ ചോദിക്കുന്നത്? താൻ എന്തു മറുപടി പറയും? എന്നാൽ അതങ്ങോട്ട് വിട്ടുകൊടുക്കാൻ മനസ്സ് സമ്മതിക്കുന്നില്ല. ഞാൻ സുധാകരൻ മാമയൊന്ന് കാണുന്നുണ്ട്. മോളെങ്ങനെ അഴിച്ചുവിട്ടേക്കുവാണെന്ന് എനിക്കൊന്ന് അറിയണം. അത് നല്ലതാ. അച്ഛൻ്റെ അടുത്തേക്ക് വേഗം ചെല്ല്, അല്ലെങ്കിൽ തന്നെ സൗകര്യത്തിനൊന്ന് കാണാൻ അച്ഛനൊന്ന് കാത്തിരിക്കുന്നുണ്ട്. മേഘയുടെ മറുപടി കേട്ടപ്പോൾ ജീവന് ചെറിയൊരു ചമ്മല് തോന്നി. ജീവൻ അവൾ അടിമുടിയെ നോക്കി. ഒരു പീച്ച് നിറത്തിലുള്ള ചുരിദാറാണ് വേഷം. അതിൽ വല്ലാത്തൊരു ഭംഗി തോന്നുന്നുണ്ട് പെണ്ണിന്. സൗന്ദര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ആവണി ഇവളുടെ ഏഴായിരത്തെത്തില്ല. എന്ത് ചെയ്യാനാ? ഇവളാ വസന്തന്റെ മകളായി ജനിച്ചിരുന്നെങ്കിൽ താൻ ഇവളെ രണ്ടു കൈ നീട്ടി സ്വീകരിച്ചേനെ. പക്ഷെ ഇവളെ അങ്ങനെ വിട്ടുകൊടുക്കാനും മനസ്സ് സമ്മതിക്കുന്നില്ല. എസ്കലേറ്റർ വഴി താഴേക്ക് ഇറങ്ങുന്ന നേരം സിദ്ധാർത്ഥ് വെറുതെ തന്റെ പോക്കറ്റിൽ കൈയിട്ട് നോക്കി. കാറിന്റെ കീ പോക്കറ്റില്ല. ഇതെവിടെ പോയി? അവൻ മറ്റേ പോക്കറ്റിലും കൈയിട്ട് നോക്കി. അപ്പോഴാണ് അവന് ഓർമ്മ വന്നത്. മേഘയുമായി സംസാരിക്കുന്ന നേരത്ത് മൊബൈലും കീയും ടേബിൾ വെച്ചിട്ടുണ്ടായിരുന്നു. മൊബൈൽ കയ്യിലെടുത്തു, കീ പക്ഷേ എടുത്തില്ല. വല്ലാത്തൊരു മറവി തന്നെ. അവൻ തിരിച്ച് മുകളിലേക്ക് തന്നെ കയറി. ഷോപ്പിൻ്റെ ഉള്ളിൽ കസ്റ്റമർ ഉണ്ടെന്ന് തോന്നുന്നു. ഉള്ളിൽ ഒരാളെ കണ്ടപ്പോൾ അവൻ പുറത്ത് തന്നെ നിന്നു. മേഘ അവിടെയുള്ള ആളുമായി ദേഷ്യത്തോടെ സംസാരിക്കുന്നത്. സിദ്ധാർത്ഥ് പിന്നെയും നോക്കില്ല, നേരെ അങ്ങോട്ട് കയറി. മേഘ, എൻ്റെ കാറിൻ്റെ കീ ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, പോകുന്നേരം എടുക്കാൻ വിട്ടുപോയി. ജീവനെ നോക്കിക്കൊണ്ട് അവൻ മേഘയോടായി പറഞ്ഞു. ആണോ? നോക്കട്ടെ. അവൾ താനും സിദ്ധാർത്ഥ് ഇരുന്ന ടേബിളിൻ്റെ അടുത്ത് നോക്കിയപ്പോൾ അവിടെ കീരിപ്പുണ്ടായിരുന്നു. അവൾ അതിരുന്ന് സിദ്ധാർത്ഥിന്റെ കയ്യിലേക്ക് കൊടുത്തു. സിദ്ധുവേട്ടാ, ഇത് ജീവൻ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, ഒരു അപ്പച്ചിയുടെ മോൻ, അയാളാ ഇത്. മേഘയുടെ സിദ്ധുവേട്ട വിളി കേട്ടപ്പോൾ തന്നെ സിദ്ധാർത്ഥിന് ശരി വന്നു. ഇതുവരെ വെറുതെ ചേട്ടാ എന്ന് വിളിച്ചിരുന്നവളാണ്. ഇതിപ്പോ ഇവനെ കേൾപ്പിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ വിളിച്ചെന്നവന് മനസ്സിലായി. ഓഹോ, അയാളായിരുന്നു ഇയാൾ. സിദ്ധാർത്ഥ് ജീവൻ നോക്കി പൊട്ടിച്ചിരിച്ചപ്പോൾ അവനൊരു വിളറിയ ചിരി അവന് തിരികെ നൽകി. സിദ്ധാർത്ഥ് സൗഹാർദ്ദപൂർവ്വം കൈ നീട്ടിയപ്പോൾ ഒന്നും മടിച്ചിട്ടാണെങ്കിലും ജീവൻ അവന് കൈ കൊടുത്തു. ജീവൻ എന്താ ഇവിടെ? കേക്ക് എങ്ങനെ വാങ്ങുമെന്നായിരുന്നു? സിദ്ധാർത്ഥിന്റെ ചോദ്യം കേട്ടപ്പോൾ ജീവനൊന്ന് പരിങ്ങി. അയ്യോ അല്ലല്ല, ജീവേട്ടൻ വന്ന് ഞാൻ ആരോടൊക്കെ കൊഞ്ചിക്കൊഴിയുന്നുണ്ടെന്ന് അന്വേഷിക്കാനാ. എന്നിട്ട് വേണത്രേ എൻ്റെ അച്ഛനോട് പറഞ്ഞു കൊടുക്കാൻ. അതും പറഞ്ഞ് മേഘ പരിഹാസത്തോടെ തന്നെ നോക്കിയപ്പോൾ തൻ്റെ തൊലിയുരിയുന്ന പോലെ ജീവന് തോന്നി. ആഹാ, അത് കൊള്ളാലോ. കൂടെ സിദ്ധാർത്ഥിന്റെ പരിഹാസത്തോടെയുള്ള ചിരി കൂടിയായപ്പോൾ പൂർത്തിയായി. രണ്ടാളെ ഒരു വല്ലാത്ത നോട്ടം നോക്കി ജീവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി. വരേണ്ടിയില്ല, വെറുതെ ഒരു കാറിലാച്ചി എന്ന് കയറി ചോദിച്ചു വാങ്ങിച്ചു. പോകുന്ന വഴി ജീവൻ പിറിവിരുത്തോണ്ടിരുന്നു. അതിന്റെ ക്ഷീണം നയറ്റാൻ അവൻ ആവണിയെ വിളിച്ചു. കുറച്ച് തിരക്കിലാ ജീവേട്ടാ, പിന്നെ വിളിക്കാം. എടുത്ത ഉടനെ തന്നെ ഒരു ഹലോ പോലും പറയാൻ റെക്കോർഡ് ചെയ്ത് വെച്ച പോലെയുള്ള മറുപടി.
ഈ പെണ്ണിതെന്താ ഇങ്ങനെ? ഇതുവരെ ഒന്നും സ്നേഹത്തോടെ സംസാരിച്ചിട്ട് പോലുമില്ല. എപ്പോൾ വിളിച്ചാലും ഇങ്ങനെയാ. ആകെ മൊത്തത്തിലൊരു നിരാശ. ഇനിയും ആളുടെ ഫ്രണ്ടിൽ നിന്നാൽ ശരിയാവില്ല. ആളുടെ ആ മറ്റവൻ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരും. കാണണ്ട ഇനി എനിക്ക് അവനെ. ജിയൻ വേഗം കാറെടുത്തടന്ന് പോയി. 2 ദിവസം കൂടി കഴിഞ്ഞു. കർത്തവാവിന്റെ പ്രത്യേക പൂജകളും ബലിയൊക്കെ കഴിഞ്ഞത് മൂലം വൈദേഹി വളരെ ക്ഷീണത്തിൽ കിടക്കുകയായിരുന്നു. സമയം ഉച്ചയോട് അടുത്തിട്ടുണ്ട്. പുറത്ത് തുടരെയുള്ള കോളിംഗ് ബെൽ ശബ്ദം കേട്ടു തുടങ്ങി. അച്ഛൻ ഹാളിലിരിപ്പുണ്ട്. അച്ഛൻ നോയിക്കോളെന്ന് കരുതി വൈദേഹി ഒന്നുകൂടെ തിരിഞ്ഞിടന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ ഓടിപ്പടച്ച് തന്റെ അടുത്തേക്ക് വന്നു വൈദേഹി അറിഞ്ഞു. നോക്കുമ്പോൾ ഭൈരവനാണ്. ആകെ പേടിച്ച മട്ടുണ്ട്. എന്താ അച്ഛാ, ആരാ വന്ന്? മോളെ, പോലീസ്. പോലീസോ? കണ്ണുമിഴിച്ച് വൈദേഹി എഴുന്നേറ്റ് ഭൈരവനെ നോക്കി. അച്ഛനെന്തിനെങ്ങനെ പേടിക്കുന്നേ? മോളെ, മറ്റേ പെണ്ണില്ലേ, അവളെ അന്വേഷിച്ചാണ് തോന്നുന്നു. ഈ ഭാഗത്തേക്ക് ആ പെണ്ണ് വന്നെന്നൊക്കെ ആരോ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അച്ഛനാകെ പേടിയാവുന്നടി. വൈദേഹിക്ക് ഭൈരവന്റെ പ്രകടനം കണ്ട് വല്ലാത്ത ദേഷ്യവും പുച്ഛവും തോന്നി. എന്തൊക്കെ കാണിച്ചു വിടുന്ന ആളാ, നിസാരൊരു പോലീസിനെ കണ്ടിട്ട് ഭയന്നുറച്ച് വന്നിരിക്കുന്നു. മാറങ്ങോട്ട്. വൈദേഹി ആളെ തട്ടിമാറ്റി എഴുന്നേറ്റു. ബാത്റൂമിൽ പോയി ഒന്ന് ഫ്രഷായി സാരി ശരിക്കൊന്നെടുത്ത് അഴിഞ്ഞൊളിഞ്ഞ മുടിയൊന്ന് നന്നായി കെട്ടിവെച്ച് പോലീസിന്റെ അടുത്തേക്ക് നടന്നു. അതെ, അച്ഛനെ പിന്നാലെ വരണ്ട, അവർ ഞാൻ ഡീൽ ചെയ്തോളാം. ഇനി എന്തെങ്കിലും വിടുവായത്തം പറഞ്ഞാൽ അതോടുകൂടി എല്ലാം തീരും. വൈദേഹി ഹാളിലേക്ക് ചെന്നു. 2 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞാൻ ജിബിൻ ജോൺ. അതിലൊരു പോലീസുകാരൻ സ്വയം പരിചയപ്പെടുത്തി. മറ്റേയാൾ കുറച്ചങ്ങോട്ട് നീങ്ങുന്നേ ഉള്ളൂ. എന്താ സർ, എന്താ പ്രശ്നം? വൈദേഹി സംയമനത്തോടെ ചോദിച്ചു. ഒരു സ്ത്രീ 2 ദിവസമായിട്ട് മിസ്സിംഗ് ആണ്. ഒരു സെയിൽസ് ഗേള്. അവരുടെ അമ്മ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ ഈ ഭാഗത്തേക്കാണ് അവസാനമായിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് അതേപറ്റി എന്തെങ്കിലും അറിയാൻ വേണ്ടി വന്നാ? അത് ചോദിക്കുമ്പോൾ ജിബിൻ ജോൺ വൈദേഹിയുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ച് നോക്കുന്നുണ്ടായിരുന്നു. ആൾക്കത് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു. ഇല്ല, ഇതേപറ്റിയൊന്നും അറിയില്ല. ഒറ്റവാക്കിൽ വൈദേഹി കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇങ്ങനെ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ സ്വതവേ സ്ത്രീകളൊരു ആകാംക്ഷയും പേടിയും വിഷമമൊക്കെ കാണും. ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിയാനുള്ള ത്വര കാണിക്കും. പക്ഷെ ഈ നിൽക്കുന്നവളിൽ അതൊന്നുമില്ല. ജിബിൻ അവൾ തന്നെ സൂക്ഷിച്ചു നോക്കി. പക്ഷെ അതിലും മൂർച്ചയുള്ള നോട്ടമാണ് അവളിൽ നിന്ന് അവന് കിട്ടിയത്. നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങളുടെ വീടിന്റെ കുറച്ചു മുമ്പുള്ളൊരു കടയിലെ CCTV ഒക്കെ ഞങ്ങൾ പരിശോധിച്ചു. ആ സ്ത്രീ ഇവിടെ വരെ വന്നിട്ടുള്ളൂ. പിന്നെ ആരും അവരെ കണ്ടിട്ടില്ല. ഈ ഭാഗത്ത് വേറെ വീടുകളൊന്നുമില്ലല്ലോ. നിങ്ങളുടെ വീടിന്റെ ഗ്രൗണ്ടാണ് അവസാനം വരുന്നത്. അവർ വന്ന ദിവസമാണെങ്കിൽ നിങ്ങളുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന റിലേറ്റീവ്സ് ഏതോ ഫംഗ്ഷന് പോയിരിക്കുകയാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെയുള്ളത് നിങ്ങളുടെ വീടാ. ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ പറയൂ. ജിബിന്റെ ചോദ്യം കേട്ടപ്പോൾ വൈദേഹി ഒന്നും പതിരെങ്കിലും അവൾ പുറത്തേക്കൊന്നും കാണിച്ചില്ല. സാർ എന്താണ് ഈ പറയുന്നത്? ഓടി വന്നിട്ട് ഏതൊരു സ്ത്രീയെ ചോദിക്കുമ്പോഴേക്കും ഞാൻ ഇവിടുന്ന് എടുത്തുതരാനാ? ഞാനങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല. അവർ ഈ ഭാഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ വീടിനുള്ളിരിക്കുന്ന ഞാനെങ്ങനെ അറിയാനാ? കാണാതായെങ്കിൽ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. ഒന്നും അറിയാത്ത എന്നെ പോലവരോട് ചോദിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? അവളുടെ കൂസില്ലാത്ത നിൽപ്പും ഭാവം കണ്ടപ്പോൾ അവൾ അസാമാന്യ ധൈര്യമുള്ളൊരു സ്ത്രീയാണെന്ന് ജിബിന് മനസ്സിലായി. ശരി, കണ്ടുപിടിച്ചോളാം. അന്വേഷിച്ച് തന്നെ കണ്ടുപിടിച്ചോളാം. ഇനി ഒരിക്കൽ കൂടി നമ്മൾ കാണാൻ ഇടവരാതിരിക്കട്ടെ. ജിബിനൊന്ന് അർത്ഥം വെച്ച് പറഞ്ഞപ്പോൾ വൈദേഹി ഒന്ന് തലകുലുക്കി. പോവാനിറങ്ങുമ്പോഴും ജിബിൻ അവിടെ ആകമാനം ശ്രദ്ധിക്കുന്ന വൈദേഹി കണ്ടിരുന്നു. പക്ഷെ പെട്ടെന്നൊന്നും ആ പോലീസുകാരന്റെ കണ്ണുകൾ ഇവിടെ എത്തില്ലെന്ന് അവൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പോലീസ് ഈ മുറ്റത്ത് പോകുന്ന ശബ്ദം കേട്ടപ്പോൾ ഭൈരവൻ അകത്തുനിന്ന് ഓടി വന്നു. അവര് പോയോ വൈദേഹി? അവര് പോയെന്ന് മനസ്സിലായപ്പോൾ ഭൈരവന്റെ സ്വരത്തിൽ ആ പഴയ ഗാംഭീര്യമൊക്കെ തിരിച്ചു വന്ന് വൈദേഹി അറിഞ്ഞു. അവൾ ഭൈരവനെ രൂക്ഷമായി നോക്കി. പോയി. ഞാൻ ധ്യാനത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് എത്തി നോക്കാതിരുന്നത്. തന്റെ താടിയൊന്ന് ഒഴിഞ്ഞുകൊണ്ട് ഭൈരവൻ വലിയ കാര്യത്തിൽ പറഞ്ഞപ്പോൾ വൈദേഹി അയാളൊന്ന് പുച്ഛിച്ചു. നന്നായി ധ്യാനത്തിലിരുന്ന് ഇങ്ങോട്ടെങ്ങാനും വന്നിരുന്നെങ്കിൽ ആ വന്നവരോട് എല്ലാം പറഞ്ഞു കൊടുത്ത് എല്ലാം കൂടെ തൊലച്ചേനെ. അത് കേട്ടപ്പോൾ ഭൈരവന്റെ മുഖത്ത് ജാളിത പരന്നു. എന്താണെന്നറിയില്ല, ചെറുപ്പം മുതലേ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന കാരണം പോലീസുകാരെ കാണുമ്പോൾ ഒരു വിറയലാണ്. വൈദേഹി ആലോചനയിലായിരുന്നു. ഇത്ര നാളായിട്ട് ഇങ്ങനെ ഒരു ആപത്ത് വന്ന് പെട്ടിരുന്നില്ല. ആ പോലീസുകാരൻ തന്റെ മറുപിൽ അസംതൃപ്തനായിട്ടാണ് പോയിട്ടുള്ളത്. ഇനി അവന്റെ വരവുണ്ടായേക്കാം. പുണ്യബലി കഴിയുന്നവരെ സൂക്ഷിക്കണം, വളരെയധികം സൂക്ഷിക്കണം. വൈദേഹി സ്വയം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു. എത്രയും പെട്ടെന്ന് സിദ്ധുവിന്റെ കല്യാണം കഴിഞ്ഞിട്ടിരുന്നെങ്കിൽ. വൈദേഹി അസ്വസ്ഥതയോടെ തന്റെ തലയൊന്നൊഴിഞ്ഞു. നിശ്ചയമൊന്നും നടത്തിയ സമയം കളയാതെ പെട്ടെന്ന് തന്നെ കല്യാണം നടത്താൻ അച്ഛമ്മയോട് പറയാമെന്ന് കരുതി വൈദേഹി അപ്പുറത്തെ വീട്ടിലേക്ക് നടന്നു. അവർക്ക് പെട്ടെന്ന് കല്യാണം വേണത്രേ. ആ അമ്മ സിദ്ധാർത്ഥിന്റെ അച്ഛമ്മ തീരെ സമ്മതിക്കില്ല എന്ന്. 1 മാസത്തിനുള്ളൊക്കെ നടത്താൻ പറ്റുമെന്ന് ചോദിച്ചു. വൈകുന്നേരം സുധാകരൻ ബസ്സിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഗീതയോട് തന്നെ ഇന്ന് പരമേശ്വരൻ വിളിച്ച് പെട്ടെന്ന് തന്നെ കല്യാണം വേണമെന്ന് ആവശ്യപ്പെട്ട കാര്യം പറഞ്ഞത്. അപ്പുവിനും അമ്മുവിനും പിറ്റേന്ന് എക്സിബിഷൻ കൊണ്ടുപോകാനുള്ള ചാർട്ടുകൾ തയ്യാറാക്കാൻ സഹായിച്ചു കൊടുക്കുകയായിരുന്ന മേഘയും കേട്ടു അച്ഛൻ പറയുന്നത്. ഇതിപ്പോൾ എന്താണാവും ഇങ്ങനെ? 1 കൊല്ലെങ്കിലും ചുരുങ്ങിയത് വേണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അത് 1 മാസത്തിനുള്ളിൽ. ഇതിപ്പോൾ പെട്ടെന്നെന്ന് പറയുമ്പോൾ നമുക്കൊരുപാട് കാര്യങ്ങളൊക്കെ ഒരുക്കാനില്ലേ? പിന്നെ അവളെ ഇറക്കുമ്പോൾ അത്യാവശ്യം സ്വർണ്ണം ഇട്ട് കൊടുക്കണ്ടേ? കുറച്ചുകൂടി സമയം കിട്ടിയിരുന്നെങ്കിൽ. അമ്മയുടെ സ്വരത്തിൽ പരിഭ്രമം. എടി, ഇതാ ഗ്ലൂ വെച്ച് ഒട്ടിച്ചെടുക്കുക.
കയ്യിൽ നിന്ന് തെർമോക്കോളിന്റെ ചെറിയ പീസുകൾ മേഘ അമ്മുവിന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് അവിടുന്ന് എഴുന്നേറ്റു. അച്ഛൻ്റെയും അമ്മയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ അവർ തനിക്ക് കല്യാണത്തിനുള്ള സ്വർണത്തിന്റെയും ബാക്കി ചെലവുകളുടെയും കണക്ക് പറയുകയാണ്. അച്ഛനമ്മ എന്ത് കഥയായി പറയുന്നത്? അതൊന്നുമില്ലടി, സിദ്ധാർത്ഥിന്റെ അച്ഛൻ സുധാകരനെ വിളിച്ചിരുന്നു എന്ന്. അവർക്ക് പെട്ടെന്ന് കല്യാണം വേണമെന്ന്. ആ കാര്യം സംസാരിക്കായിരുന്നു ഞാനും അച്ഛനും. അതുമാത്രമല്ലല്ലോ പറഞ്ഞ് എന്താ സ്വർണം തരുന്ന കാര്യമൊക്കെ പറഞ്ഞു കേട്ടല്ലോ. അവൾ അച്ഛനെയും അമ്മയും കൊണ്ട് പറഞ്ഞു. അതുമോളെ, ഇത്ര വലിയ വീട്ടിലേക്ക് നിന്റെ കല്യാണം കഴിച്ച് പറഞ്ഞേക്കുമ്പോൾ അതിൻ്റെതായ രീതിയിലൊക്കെ വിടണ്ടേന്ന് ഞങ്ങൾ പറയായിരുന്നു. എന്തിനാച്ചാ? അതിനൊന്നും ആവശ്യമില്ല. അച്ഛൻ എനിക്ക് ആവശ്യത്തിനുള്ള വിദ്യാഭ്യാസം തന്നല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലുത്. പിന്നെ നമ്മളായിട്ട് അങ്ങോട്ട് ചെന്നൊന്നല്ലല്ലോ, അവരായിട്ട് ഇങ്ങോട്ട് വന്നല്ലേ. ഇനി അവർ നിർബന്ധമായിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തന്നെ ഇതിൽ നിന്ന് പിന്മാറാൻ അച്ഛൻ രണ്ടാമതൊന്നും ആലോചിക്കേണ്ട. മേഘ പറഞ്ഞു കേട്ടപ്പോൾ ഗീതയും സുധാകരനും പരസ്പരം നോക്കി. എന്നാലും അവരുടെ ഉള്ളിൽ ആശങ്ക ബാക്കിയായിരുന്നു. പക്ഷേ അതിനെ അറുതി വരുത്തിക്കൊണ്ട് പിറ്റേന്ന് പരമേശ്വരനും രേണുകയുടെ ആങ്ങളെയും കൂടെ കല്യാണത്തിന്റെ കാര്യങ്ങൾ തീരുമാനിക്കാനായി മേഘയുടെ വീട്ടിലേക്ക് വന്നു. തങ്ങൾക്ക് പെൺകുട്ടിയെ മാത്രം മതിയെന്നും പണമായോ സ്വർണമായോ വേറെയൊന്നും വേണ്ടെന്നും പരമേശ്വരൻ നിർബന്ധപൂർവ്വം സുധാകരനോടും ഗീതയോടും പറഞ്ഞേൽപ്പിച്ചു. അവരങ്ങനെ പറഞ്ഞെങ്കിലും മേഘ കൊടുക്കാൻ അവർ നേരത്തെ കരുതി വെച്ചതെല്ലാം അവൾക്കായി കൊടുക്കണമെന്ന് സുധാകരനും ഗീതയും തീരുമാനിച്ചു. മേഘ അന്ന് ഷോപ്പിലേക്ക് ചെല്ലുമ്പോൾ ഹസ്നയാകെ വിഷമിച്ചിരിക്കുകയായിരുന്നു. എന്തു പറ്റി ഹസ്നത്ത? മോളെ, സുബൈർക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആള് 2-3 കൊല്ലം കഴിയുമ്പോൾ എല്ലാം നിർത്തി ഇങ്ങോട്ട് പോരും. അതിനുമുമ്പ് എന്നോടും പിള്ളേരോട് അങ്ങോട്ട് ചെല്ലാൻ. കുറച്ചാൾ ഒരുമിച്ച് നിന്നിട്ട് ഇങ്ങോട്ടേക്ക് പോരാന്ന്. അതിനെന്താ, പോയിട്ടോ ഹസ്നത്ത? അതല്ല മേഘ, മോൻ്റെ ക്ലാസ് തുടങ്ങുമ്പോഴേ തിരിച്ചു വരുള്ളൂ. നീ ഇപ്പോൾ തിരക്കാവില്ലേ? പിന്നെ കല്യാണം കഴിഞ്ഞാൽ നിന്റെ കാര്യം ഇങ്ങനെ ആയിരിക്കും പറയാനും പറ്റില്ല. ഞാനും കൂടി ഇല്ലെങ്കിൽ നമ്മുടെ ഷോപ്പിന്റെ കാര്യം. ഹസ്ന പറഞ്ഞപ്പോഴാണ് അവൾ അങ്ങനെ ഒരു കാര്യത്തെപ്പറ്റി ചിന്തിച്ച്. രണ്ടാളും ഇല്ലെങ്കിൽ ഷോപ്പ് അടച്ചു കൂട്ടേണ്ടി വരും. ഹസ്നത്ത് പറഞ്ഞ പോലെ മുന്നോട്ടുള്ള കാര്യങ്ങൾ ഇനി എങ്ങനെയാണെന്ന് അറിയുകയില്ല. ഷോപ്പിൽ എന്തായാലും വരും, പക്ഷെ കല്യാണത്തിരക്കൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ എല്ലാ ദിവസവും വരാൻ പറ്റിയില്ലെങ്കിലോ. ഹസ്നത്ത് എന്നാ പോകുന്നേ? അടുത്ത മാസം അവസാനം. ആണോ? അപ്പം ഇനി സമയമുണ്ടല്ലോ. ഇപ്പം ഈ മാസം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എൻ്റെ കല്യാണം ഈ മാസം അവസാനത്തിലുണ്ടാവും. അതൊരു ഹസ്നത്ത് ഇവിടെ കാണില്ലേ. പിന്നത്തെ കാര്യം അപ്പോൾ നോക്കാം. ഹസ്നയ്ക്ക് മേഘ പറയുന്നത് കേട്ടപ്പോൾ പകുതി ആശ്വാസം തോന്നി. കുറെ പേരോട് യുദ്ധം വെട്ടി കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്താണ് കേക്ക് ഷോപ്പ്. അതങ്ങനെ പെട്ടെന്ന് ഇല്ലാതാക്കി കളയുക എന്ന് പറഞ്ഞാൽ മേഘയും ആലോചനയിലായിരുന്നു. വേറൊരു ജോലി കിട്ടുന്നവരെ തൽക്കാലത്തേക്കായിരുന്നാണ് ഈ ഷോപ്പിൽ. മറ്റൊരു ജോലി കിട്ടിയാൽ എന്തായാലും ഇവിടുന്ന് പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടം വിട്ടു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കൂടെ കഴിയുന്നില്ല. അത്രമാത്രം ഈ ഷോപ്പുമായി ചെയ്യുന്ന ജോലിയോടും വല്ലാതെ ഇഴുകിച്ചേർന്നു പോയി. വീടിന്റെ ആധാരം ബാങ്കിൽ പണയം വെക്കുന്നതിന്റെ ഭാഗമായി വീടും സ്ഥലവും നോക്കാൻ വേണ്ടി ജിയോന്റെ വീട്ടിലേക്ക് ബാങ്കിൽ നിന്ന് ആളുകൾ രാവിലെ തന്നെ വന്നിരുന്നു. ലോണിനായി അപേക്ഷിച്ച തുകക്കുള്ള മൂല്യം ആ വീടിനും പറമ്പിനും ഉണ്ടോ എന്ന് ബാങ്കുകാർ സൂക്ഷ്മമായി നോക്കിയിട്ട് തുക ബാങ്കിൽ നിന്ന് അനുവദിച്ചിരിക്കുകയുള്ളൂ. ആകെ നാണം കെട്ടി നിൽക്കുകയായിരുന്നു ജീവനും സുമതിയും. ലോണിന് അപേക്ഷിക്കുമ്പോൾ ഇങ്ങനൊരു കുരുക്കിനെ പറ്റി അവർ ചിന്തിച്ചിട്ട് കൂടെ ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ബാങ്കുകാരൊക്കെ വരുമ്പോൾ അയൽക്കാരൊക്കെ കാര്യമറിയും. ഗൾഫുകാരനും പണക്കാരനുമായ ജീവന്റെ വീടിന്റെ ആധാരം പണയം വെക്കാൻ പോവുകയാണെന്ന് നാട്ടുകാരറിഞ്ഞാലുള്ള അവസ്ഥ. സുമതിക്ക് അതിനെപ്പറ്റി ആലോചിക്കാൻ തന്നെ പറ്റുന്നുണ്ടായിരുന്നില്ല. ബാങ്കിൽ നിന്ന് 3 പേരാണ് വന്നത്. അവർ വന്നപ്പോൾ തന്നെ അവരെ നോക്കാനും കാര്യങ്ങൾ കാണിച്ചു കൊടുക്കാനൊക്കെ ജീവനെ ഏൽപ്പിച്ചിട്ട് സുമതി ഗേറ്റിന്റെ പുറത്തേക്ക് ഇറങ്ങി നിന്നു. ഇനി ആരെങ്കിലും കണ്ടിട്ട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തന്നെ എന്തെങ്കിലും നുണ പറഞ്ഞ് ഒഴിവാക്കണമെന്നോർത്താണ് അവരങ്ങനെ നിന്ന്. അങ്ങനെ നിൽക്കുമ്പോഴാണ് 4-5 പെയിന്റിംഗ് പണിക്കാർ സുധാകരന്റെ വീട്ടിലേക്ക് കയറുന്നു കണ്ടത്. ആ നാട്ടിൽ തന്നെയുള്ള ചെറുപ്പക്കാരായതിനാൽ അവരൊക്കെ സുമതിക്ക് പരിചയമുണ്ട്. ഇതെന്താ ഇത്ര പെട്ടെന്നൊരു പെയിന്റിംഗ് ഒക്കെ? കല്യാണം കുറച്ച് കഴിഞ്ഞിട്ട് കാണുന്നല്ലേ പറഞ്ഞ്. സുമതി അങ്ങോട്ട് നോക്കിയിരിക്കെ സ്വയം പറഞ്ഞു. 4-5 ദിവസം മുമ്പ് അമ്പലത്തിൽ പോയ വഴിക്ക് അപ്പുവിനെയും അമ്മുവിനെയും ചിനി കണ്ടിട്ടുണ്ടായിരുന്നു. അവർ പറഞ്ഞാണ് അവളോട് കല്യാണം കുറച്ച് കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ എന്ന്. പെട്ടെന്ന് പെയിന്റ് ചെയ്യുന്ന എന്താണെന്ന് ആലോചിച്ചിട്ടൊരു മനസ്സമാധാനം കിട്ടാതെ സുമതി പതുക്കെ സുധാകരന്റെ ഗേറ്റിന്റെ അടുത്തേക്ക് നടന്നു. അപ്പോഴാണ് മേഘ ബാഗുമിട്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കണ്ടത്. ആഹാ, കൊള്ളാം, പറ്റിയ ആളെ തന്നെ കിട്ടിയത്. എല്ലാ കഥയും ഇവള് തന്നെ ഇന്ന് പറഞ്ഞു തരും. സുമതി ആവേശത്തോടെ നിന്നു. സുമതിയെ കണ്ടപ്പോൾ മേഘ എങ്ങനെയോ ചിരിച്ചെന്ന് വരുത്തി. നീ മോളെ ഒന്ന് നിന്നേടി, എന്താടി ഒരു പെയിന്റ് അടിയൊക്കെ? മേഘ വീട്ടിലേക്കും തിരിഞ്ഞു നോക്കി. അമ്മയെങ്ങാനും ഇവരുമായിട്ട് സംസാരിക്കുന്നുണ്ടാൽ പിന്നെ തന്നെ നല്ല വഴക്ക് പറയും. അതപ്പച്ചി, കല്യാണം പെട്ടെന്നുണ്ടാവും. ഈ മാസം അവസാനം എന്നൊക്കെയാണ് അമ്മ പറഞ്ഞു കേട്ട്. ഞാൻ പോട്ടെ. മേഘ അതും പറഞ്ഞ് ധൃതി പിടിച്ച് അവിടെ നിന്നും പോയി. സുമതി ഇഞ്ചി അടിച്ച പോലെ ആ നിൽപ്പോടെ നിന്നു. തൻ്റെ മകനേക്കാൾ മുമ്പ് ഇവിടെ കല്യാണം കഴിയുക, അത് സമ്മതിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല. മേഘയുടെ കല്യാണത്തിന് മുമ്പ് തന്നെ ജീവന്റെ കല്യാണം നടത്തണം. എന്നിട്ട് എൻ്റെ മോനും മരുമോളും സന്തോഷത്തോടെ ഒരുമിച്ച് നടക്കുന്ന കാണുമ്പോൾ തന്തയുടെയും തള്ളയുടെയും 3 പെൺമക്കളുടെയും കണ്ണ് തള്ളണം. അവർക്ക് അസൂയ തോന്നണം. എൻ്റെ മോനെ ഓർത്ത് അവർ വിഷമിക്കണം. സുമതി ആകെ എരിവുരി കൊണ്ടു. പിന്നെ അവരൊന്നും ആലോചിക്കാൻ നിന്നില്ല. നേരെ വീട്ടിലേക്ക് ചെന്നു. അവിടെയാണെങ്കിൽ പരിശോധനയ്ക്ക് കഴിഞ്ഞ് ബാങ്കിൽ നിന്ന് അവർ പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. അവർക്ക് കൊടുത്ത ചായയും സ്നാക്സും അതേപോലെ തന്നെ പുറത്ത് അരമതിൽ ഇരിക്കുന്നുണ്ട്. അതിൽ നിന്നും കപ്പലണ്ടി വാരി വായിലിടുകയാണ് ജീവൻ. അമ്മ എന്തിനപ്പം ഇങ്ങോട്ട് വന്ന്? അമ്മയെ കണ്ടപ്പോൾ ജീവന് ദേഷ്യം വന്നു. ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി പുറത്ത് കാവൽ നിർത്തിയതാണ്. എന്നിട്ടുണ്ട് ഇങ്ങോട്ട് ഓടിപ്പടിച്ച് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞില്ലേ? ഞാനൊരു കാര്യം പറയാൻ വന്നാടാ. ആ മേഘയുടെ കല്യാണി ഈ മാസം അവസാനം കാണുമെന്ന്. അവിടെ പെയിൻ്റടി മേളമൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അവൾ ഞാനിപ്പോൾ തന്നെ വഴിയിൽ വെച്ച് കണ്ടു. അവൾ തന്നെ പറഞ്ഞാ ഇത്.
എടാ അവിടെ കല്യാണം ആദ്യം കഴിയുക, പിന്നെ നിന്റെ കഴിയുക, അതെങ്ങനെ ശരിയാവുകടാ? അമ്മ പറഞ്ഞു കേട്ടപ്പോൾ ജീവനാകെ അരിശം തോന്നി. അവളുടെ കല്യാണം ഉറപ്പിച്ചതിന് ഒരുവിധം സഹിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് പെട്ടെന്നൊരു കല്യാണം കൂടെ. കല്യാണം കഴിയാത്ത തൻ്റെ മുമ്പിലൂടെ അവളും അവൻ കൂടെ തേരാപാരം നടക്കുന്ന കാണേണ്ടി വരുമല്ലോ ഈശ്വര. ആ ഓർമ്മയിൽ ജീവൻ പല്ലുകൾ കടിച്ചു. എടാ നീ എന്താ ഈ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നേ? എന്തെങ്കിലും ഒന്ന് പറയടാ. ഞാൻ ആവണിയുടെ അച്ഛനോട് പറയാൻ പോവാ, ഞങ്ങളുടെ കല്യാണം പെട്ടെന്ന് തന്നെ നടത്തി തരാൻ. പെട്ടെന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന്. ചെറുതായി മുളവൊട്ടിയ വാശി ജീവനിൽ പെട്ടെന്നായിരുന്നു പടർന്ന് പന്തലിച്ച്. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.